വന്നിരിക്കാം. ഇരിക്കണോ? കുറെ നേരം. നമസ്കാരം. ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നമസ്കാരം. എന്താണ് താങ്കളുടെ പേര്? താങ്കൾ എന്ത് കണ്ടു എന്ന് ഞാൻ ചോദിച്ചില്ല. എന്താണ് താങ്കളുടെ പേര്? കണ്ടു. താൻ എന്ത് കണ്ടു എന്നല്ല ചോദിച്ചാൽ. എന്താണ് തന്റെ പേര്? എന്റെ പേര് കണ്ടു എന്നാണ്. ഈ പൊട്ടച്ചക്കൻ എന്താട്ടാ ഒന്നും അറിയാത്ത പോലെ പൊട്ടായി. കണ്ടു കണ്ടു കണ്ടില്ല എന്ന ഗാനത്തെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കുമാകാം ജാഡേശ്വരിലേക്ക് കയറി വന്ന കണ്ടുവിനെ ഞാൻ സ്വാഗതം ചെയ്യും. ശരി മൈനെ. ഇനി നമുക്ക് കണ്ടുവിന്റെ പ്രൊഫൈൽ ഒന്ന് കാണാം. എന്താണ്ട് വൃത്തികേട് പറയുന്നത്? ഞാൻ മുണ്ടൊക്കെ ശരിക്കും കൊടുക്കട്ടോ. ഈ ചക്ക എന്തൊക്കെയോ പറയുന്നു. കണ്ടു പ്രൊഫൈൽ എന്ന് പറഞ്ഞ ജീവചരിത്രം. ഓ മൈൻ, നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലടാ. നമ്മ പഠിച്ചിട്ടില്ലടാ കൂട്ടി. ഓക്കെ, കണ്ടു എന്ത് ചെയ്യും? എന്ത് മൈൻ, നമുക്ക് തെങ്ങ് കയറ്റുവാണ് പണി. പെൽച്ചയ്ക്ക് പോയ 3 പേര് തെങ്ങ് മാറി മാറി കയറും. ഒരു 10 വയസ്സിന്റെ ഉപകാരമില്ല. തെങ്ങ് കയറ്റം. വാട്ട് എ വണ്ടർഫുൾ ജോബ് ഓഫ് ദി കോക്കനട്ട് ട്രീ ക്ലൈംബിംഗ് ആൻഡ് തേങ്ങാക്കുല സ്ഥാനത്തിടും. എന്താ രസകരത്തിൽ ഈ ചക്ക പറഞ്ഞാൽ തെങ്ങ് കയറ്റി ഇത്രയും വലിയ പണിയാണെന്ന് എനിക്ക് അറിയുന്നു. എന്താ തെങ്ങ് വലിയ അറിയില്ല. ഓക്കെ കണ്ടു, നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇവിടെ കിടന്നാൽ തല്ലിയും കണ്ടുപോയി പരിയപ്പുറത്ത് പോയി കിടക്കും. അതല്ല, പ്രോഗ്രാം തുടങ്ങാം. ഓ മൈനെ തുടങ്ങാം. എന്തായാലും ഈ മത്സരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ആകെ 8 ചോദ്യങ്ങൾ, ഇടയിൽ ഒരു ലൈഫ് ലൈൻ, കൂടാതെ മത്സരം നിർത്തിപ്പോകാനുള്ള ഒരു അവസരം. എല്ലാം മൈനെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ കാശ് തരുമോ? ഇടയ്ക്ക് വെച്ച് മത്സരം നിർത്തുകയാണെങ്കിൽ സമ്മാനം ലഭിക്കുന്നതല്ല. തല്ലി മുകറ് പൊളിക്കും കാശ് തരാണ്ട് പോയാ ഗന്ധയിച്ചൊക്കെ. ഓക്കെ കണ്ടു, നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. താങ്കൾ റെഡിയൽ? റെഡിയാണ്. താങ്കൾ റെഡിയൽ? റെഡിയാണ്. താങ്കൾ റെഡിയല്ലേ? റെഡിയാണ്ടാ. ഇവിടെ കാശ് പണമില്ലാണ്ട് മണ്ട കഴിഞ്ഞ് പ്രാന്തായി നിൽക്കുന്ന സമയത്ത് റെഡിയായിട്ട് 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 ഗന്ധയിച്ചൊക്കെ. ഓക്കെ കണ്ടു, എന്റെ ആദ്യത്തെ ചോദ്യം ഇതാ. എവിടെ? അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മ. നന്നായി. അമ്മായി ചുട്ടത് മരുമോനുക്ക. സൂപ്പറായി. അമ്മായി ചുട്ട കായുടെ പേരെന്താ? എന്താണ്? Which is the guy chuddas in അപ്പങ്ങളെമ്പാടും in അമ്മായിസ്? എന്താ ചക്ക തെറി പറയുന്നുണ്ട് തോന്നുന്നു. ഓപ്ഷൻ എ മുനീറുക്ക, ഓപ്ഷൻ ബി കരീമുക്ക, ഓപ്ഷൻ സി നൗഷാദുക്ക, ഓപ്ഷൻ ഡി മരുമോനുക്ക. എന്താ കാണിക്കപ്പാ? വേഗം പറയണം, മണിക്കുട്ടി ഓടിത്തുടങ്ങി. മണിക്കൂട്ടിനെ ആരും പിടിച്ചു നിർത്തി? എവിടെ ബാലമുറിയാട്ടാ ഈ മണിക്കൂട്ടിനെ പിടിച്ചു നിർത്തി? അതല്ല, ടൈമർ ഓടിത്തുടങ്ങിയാന്ന്. ആര്? ടൈമർ. അയ് ചങ്ങായി ഓട്ട മണ്ടാണ്ടിക്ക്. ഓക്കെ പറയും. അല്ല മൈന എന്താണ് മറ്റേ കരീംക്കയാ? കരീമുക്ക. കരീംക്ക നമുക്കത് പിടിക്കാം. വേണ്ട, കരി വരുന്നുണ്ട് അയാൾ. വേണ്ട. മുനീറുക്കയാണോ? മുനീർക്ക വേണ്ട. മുനീറുക്ക. പിന്നെ നൗഷാദുക്ക. സുലൈമാനിക്ക. സുലൈമാനുക്ക ഇല്ല. നൗഷാദുക്ക വേണം. നൗഷാദുക്ക ഉറപ്പിക്കാം? വേണ്ട, ഉറപ്പിക്കണ്ട. അങ്ങനെ വേണ്ട, കിട വേണ്ട. കക്കറ ബക്കറ ബക്കറേ മരുമോനുക്ക. ഉത്തരം ശരിയാണ്. താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു 50,000 രൂപ. ഒരിയേ കാശ് വരുന്ന വഴി കണ്ട. ശരി മൈന, അടുത്ത് 50 ഉറുപ്പിയായി. കണക്ക് തിരിക്കാൻ പാടില്ലാട്ടാ. എന്തായാലും എഴുതി വെക്ക്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, 1,00,000ന്റെ ചോദ്യം. ശരി, വേഗം കേക്ക്. എന്റെ ചോദ്യം ഇതാണ്. ഗുരുജി പ്ലീസ്. എവിടെ? ഓർമ്മയുണ്ടോ ഈ മുഖം? തമാശ കളിക്കണ്ടേട്ടാ. അതല്ല, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചോദ്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആരാണ്? Who is the author of the question? ഓർമ്മയുണ്ടോ ഈ മുഖം? 4 സ്വാനം കൊണ്ടാ. ഓപ്ഷൻ എ മമ്മൂട്ടി, ഓപ്ഷൻ ബി മോഹൻലാൽ, ഓപ്ഷൻ സി ജയറാം, ഓപ്ഷൻ ഡി സുരേഷ് ഗോപി. ഞാൻ പറയട്ടെ? പറയൂ. പറയൂ. പറയാൻ പോണ്. പറയൂ. ഗന്ധാവ് ഒരു നീളം പറയും അയാളുടെ. എന്താ ഡയലോഗ്? നല്ല നീളത്തിൽ ഡയലോഗ് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ മൈനെ തോക്കില്ലാണ്ട് ചങ്ങായി. തോക്കില്ലാതെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ സാധിക്കില്ല. ഒരു 2 പന പൊക്കം ഉണ്ടായി ചങ്ങായി. വലിയൊരു നടനാണ് അദ്ദേഹം. ഇനി പറയൂ, ആരാണ് ആ വ്യക്തി? മമ്മൂട്ടി. സുരേഷ് ഗോപി ആയിരിക്കും. ഉത്തരം ശരിയാണ്. താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു 1,00,000. എന്താ അമ്മടുത്ത് വെറുതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെങ്ങ് കയറിയിട്ട് 10-50 ഉറുപ്പ്യ കിട്ടുള്ളൂ. ഇവിടെ ചാനലില് വന്ന് 2 മിനിറ്റ് എന്താ കക്കറ ബക്കറ പറയുമ്പോഴേക്ക് 1,00,000 ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞു. അതാണ് നിങ്ങൾക്ക് മകാം ജാഡേശ്വരൻ. ഇനി മൂന്നാമത്തെ ചോദ്യം, 4,00,000ന്റെ ചോദ്യം. താങ്കൾ തമിഴ് സിനിമകൾ കാണാറുള്ള ഒരു വ്യക്തിയാണ്. ഓ, സിനിമയൊക്കെ കാണാം. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ സൂപ്പർ സ്റ്റാർ രജനികാന്തിന് വേണ്ടി ഒരു അമ്പലം പണിയുകയുണ്ടായി. കേട്ടു, ഞാനും കേട്ടു. അത്തരത്തിൽ കേരളത്തിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് വേണ്ടി ഒരു അമ്പലം പണിയുകയാണെങ്കിൽ അമ്പലത്തിന്റെ പേര് എന്തായിരിക്കും? മേജർ മഹാദേവ ക്ഷേത്രം. ഉത്തരം ശരിയാണ്. എന്തായാലും 3 ചോദ്യങ്ങൾക്ക് വളരെ ഈസിയായി ഉത്തരം തന്നിരിക്കുകയാണ് താങ്കൾ. കാശില്ലല്ലോ, അതാണ് ഞാൻ വന്ന മുതൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം. എന്താ? താങ്കൾക്ക് ഓരോ തവണ സമ്മാനം ലഭിക്കുമ്പോഴും നല്ല ഓഡിയൻസ് സപ്പോർട്ടാണ് ലഭിക്കുന്നത്. കൈയടിക്കുന്നല്ലേ? എന്താണ് ഇതിന്റെ രഹസ്യം? ഈ ആൾക്കാർ കൈയടിക്കുന്നല്ലേ? അതെ. ഒന്നുമില്ല മൈൻ, ഇതിന്റെ രഹസ്യവും ഇല്ല, ഒന്നുമില്ല. എന്താ? എന്ത് ഈ കൈയടിക്കുന്നവരിനെ കൊണ്ടൊക്കെ ഞാൻ കടം വാങ്ങിയിട്ട്. അപ്പൊ ഇവിടെ നീ കാശ് ലക്ഷങ്ങൾ തരുന്നല്ലോ. അപ്പൊ അത് തിരിച്ചു കിട്ടുമല്ലോ. അതാണ് അവര് അവിടെ സന്തോഷിക്കുന്നത്. അപ്പൊ സമ്മാനം കിട്ടാനുള്ള കയ്യടിയാണ്. കയ്യടച്ചാട്ടെ. എന്തായാലും അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, 5,00,000ന്റെ ചോദ്യം. പേടിപ്പത്തിന്റെ വെറുതെ ലക്ഷം പറഞ്ഞിട്ട്. ഇനി നമുക്കൊരു കുസൃതിയായാണ്. കുസൃതിയാണ് മൈന? ഒരു കുസൃതി എനിക്ക് ഇഷ്ടമാണ് കുസൃതിയല്ലേ?
എന്താ ഈ കാണിക്കുന്ന അവിടെ പോയി ഇരിക്കാൻ? കുസൃതിയാകാൻ പറഞ്ഞപ്പോഴേ അതല്ല ഒരു കുസൃതി ചോദ്യം, കടങ്കഥ. അതെയാണ് ഈ 2 ദിവസം കഴിഞ്ഞ് വരാം. അതല്ല ഒരു കടങ്കഥ ഞാൻ ചോദിക്കും. എന്റെ 4ാമത്തെ ചോദ്യം ഒരു കടങ്കഥയാണ്. ശ്രദ്ധിച്ച് മാത്രം ഉത്തരം പറയുക. ചോദ്യം ഇതാ. എവിടെ? മുറ്റത്തെ ചെപ്പിന് അടപ്പിൽ കക്കൂസ്. കക്കൂസ് എന്ന് പറയാൻ തനിക്ക് അങ്ങനെ ധൈര്യം വന്നു? ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ കക്കൂസ് 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 എന്ന് താങ്കൾ എങ്ങനെ വിളിച്ചു പറയും? ഈ കക്കൂസ് എന്ന് പറയാൻ എന്താ എന്താട്ടാ? ഞാൻ 1 പ്രാവശ്യമല്ലേ കക്കൂസ് പറഞ്ഞോളൂ, 10 പ്രാവശ്യം പറഞ്ഞപ്പോ ഞാനൊന്ന് ചമ്മയെന്ന് തോന്നുന്നു. മോരുന്നൊക്കെ വെള്ളച്ചോട്ട് മേറുപെട്ട പോലെ. എന്തായാലും എന്റെ ചമ്മൽ മാറ്റാൻ ഞാൻ ഒരു പാട്ട് പാടും. പാട്ട് ഒരു തമിഴ് ഗാനം ഞാൻ പാടും. എനിക്കറിയാം. ഒപ്പം തുറന്നാൽ TV തുറന്ന് കുസൃതികൾ കൈ വെക്കണ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു പാട്ടുണ്ട്, മോതിരമൊക്കെ കാട്ടിയിട്ട്. ഓക്കെ, എന്തായാലും ഞാൻ പാട്ട് പാടും. ഓ തുടങ്ങണപ്പാ. നെഞ്ചുക്കുள் പെയ്തിടും മാമഴை, பூவுக்குள் மூழ்கிடும் தாமரை, சற்றென்று வீசிது வானிலை, பண்ண உண்மை பிழை. എനിക്കിപ്പോഴാ ഒരു മൂഡ് വന്നു. എന്താണ്ടാ നിക്ക് മൂഡ് വന്നു? എത്ര ആൾക്കാരുടെ മൂഡ് പോയറിയോ ഭാവി? ഏതായാലും കണ്ടു. എന്റെ അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, 10 ലക്ഷത്തിന്റെ ചോദ്യം. ഓക്കെ, ചോദ്യം ഗുരുജി പ്ലീസ്. ഇന്ത്യ ഒട്ടാകെ ലോകമൊട്ടാകെ വികസിച്ചു കിടക്കുന്ന ശൃംഖല റെയിൽവേ ശൃംഖല. ഈ റെയിൽവേ പാളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനം ഏതാണ്? Which is the vehicle is സഞ്ചരിക്കുന്ന in railway പാളം in India? എന്താ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നില്ലേ? ഓപ്ഷൻ എ തീവണ്ടി, ഓപ്ഷൻ ബി കാളവണ്ടി, ഓപ്ഷൻ സി കുതിരവണ്ടി, ഓപ്ഷൻ ഡി റിക്ഷ വണ്ടി. ഞാൻ പറയട്ടെ? പറയൂ. തീവണ്ടി. ഉത്തരം ശരിയാണ്. ബസ്, ലോറി, കാറ്, ഓട്ടോറിക്ഷ, കാളവണ്ടി, സൈക്കിള് എല്ലാം പോകും. ഈ തീവണ്ടി ഞാൻ സമ്മതിച്ചു. ഈ കാറും ബസ് ലോറി അങ്ങനെ ഇതിന് മുകളിലൂടെ പോകുന്ന എന്താ പൊട്ടച്ചക്ക? എന്താ കണ്ണാടി വിട്ട് പാൻറ് പിറ്റ് ചെയ്ത് കാല് അതിന്റെ ഇടയിൽ കൂടെ തിരികിട്ട് കോട്ട് വിട്ട് വന്നിട്ട് കാര്യമില്ല. എന്താ തലേ മണ്ട മസാല വേണം. ഇവിടെ ചെക്കക്കുട്ടി ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ തീവണ്ടി പോകും. തീവണ്ടി പോയി ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ മേലെ കൂടെ ഈ ബസ്, കാറ്, കാളവണ്ടി, ഓട്ടോറിക്ഷയൊക്കെ പോവാണ്. എന്ത് ചെക്കനെ ഒന്നും അറിയില്ല കേട്ടാ. ഞാൻ വീണ്ടും ഒന്ന് ചമ്മയെന്ന് തോന്നുന്നു. ഈ ചമ്മ മാറ്റാനായി ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. പോയി എന്തിനാണ് TV തുറന്നപ്പോ തന്നെ പറയുന്നത് ദാ വന്നു ദാ വന്നു? എന്താ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുമ്പോ ഞാൻ പറഞ്ഞുതരാം. അത് പറയും. ഞങ്ങൾ പാലക്കാടുകാർ പറയണ പോയി പറയൂ. പൊസ്കന് പോയി മസ്കന് വന്നു. അങ്ങനെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി വെറും 3 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ താങ്കൾ കോടീശ്വരനാണ്. കാസ് കിട്ടുമല്ലോ അല്ലേ? എന്തായാലും 6ാമത്തെ ചോദ്യം 25 ലക്ഷത്തിന്റെ ചോദ്യം. വേഗം പറയും. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ താങ്കൾ ഈ മത്സരത്തിൽ നിന്നും ഔട്ടാവും. താങ്കൾക്ക് സമ്മാനം ലഭിക്കുന്നതല്ല. നന്നായി. എന്താ കാസില്ലാണ്ട് പറഞ്ഞേക്കാനാണ്? ഈ ചോദ്യം തെറ്റിച്ചാൽ സമ്മാനം ലഭിക്കില്ല. എന്താണ്ടാ ഒരു തെറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരില്ലേ അല്ലേ? എന്തായാലും അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. കാസ് തെറ്റിയ തരില്ല. നന്നായി സ്ഥലം പോകാനത് കുട്ടിയോ അങ്ങാടി വേലിന്റെ ആൾക്കാരിന്റെ വീട്ടിൽ നിന്റെ മുകറ് പൊളിക്കുമ്പോ കാസ് തന്നിരിക്കെ. ചെക്കന്മാര് കണ്ട, നമ്മുടെ ചെക്കന്മാര് കണ്ട. എന്തായാലും അടുത്ത ചോദ്യം ചോദിക്കട്ടെ. 25 ലക്ഷത്തിന്റെ ചോദ്യം, 6ാമത്തെ ചോദ്യം. മലയാള സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന KPSC ലളിത. KPSC ലളിത സിനിമയിൽ വരുന്നതിന് മുമ്പ് അഭിനയിച്ച നാടക ട്രൂപ്പ് ഏതാ? Which is the നാടക ട്രൂപ്പ് is അഭിനയിക്കും in KPSC ലളിത ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ടേ, എന്തോ നീ പറയേണ്ടതുകൊണ്ട് അതാണ്. ഓപ്ഷൻ എ രംഗക്കേളി, ഓപ്ഷൻ ബി കൊല്ലം സ്വാതി, ഓപ്ഷൻ സി KPSC, ഓപ്ഷൻ ഡി തെരുവ് നാടകം. താങ്കൾക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കും. താങ്കൾക്ക് 25 ലക്ഷം നേടാൻ സാധിക്കുന്നു. താങ്കൾ ഈ പരിപാടിയിൽ നിന്നും ഔട്ടാവും. താങ്കൾ ഇത് നിർത്താൻ വേണ്ടാണ്ടിരിക്കണം. ഇവിടെ കയ്യും കാലും പറക്കണം. ഇപ്പൊ ഉത്തരം പറഞ്ഞ് തെറ്റിക്ക് തോന്നിച്ച കൈ ഞാൻ പറയാൻ വേണ്ടി ബേജാറാക്കട്ടെ. ഇതിന് മെല്ലെ സമാധാനിക്കും. എന്ത് ചക്ക ഉറുമ്പ് കളിച്ച പോലെ വെറുതെ ഇങ്ങനെ നിർത്തുവോ? നിങ്ങൾ പറയുവോ? ഞങ്ങൾ നോക്കുവോ? ഒരു പൊളിക്കുവോ? വേണ്ട, വെറുതെ വേണ്ടാക്കണ്ട. ഞാൻ പറയാം. രംഗക്കേളി ഉറപ്പിക്കാം. വേണ്ട, ഉറപ്പിക്കണ്ട. വേണ്ട. കൊല്ലം സ്വാതി ബ്ലോക്ക് ചെയ്താണ്. ഞാൻ പറഞ്ഞില്ലല്ലോ. നീ നിന്റെ ഇഷ്ടത്തിന് പറയണ്ട കേട്ടാ. കടപ്പാറയെടുത്ത് കുത്തും മഹാഭാവി. ഞാൻ പറയാ. പിന്നെ തെരുവ് നാടകം നമുക്ക് നോക്കണം. ഉറപ്പിക്കാം. എന്താ ഇപ്പൊ വീട് പണിക്ക് ഉറപ്പിക്കണ പോലെ വെറുതെ ഉറപ്പിക്കാൻ പറയണേ. ഞാൻ പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ നിന്നൊന്നും വല്ല കാശ് തരുന്നിട്ടാ. ചാനലുകാർ തരികയാണ്. നീ വെറുതെ അടിയിൽ പോരണ്ട. പിന്നെ നമ്മുടെ കൊല്ലം സാധി വേണ്ട. 3 ഓപ്ഷനുകൾ അങ്ങോട്ട് വേണ്ട. KPSC ഉത്തരം ശരിയാണ്. എന്തായാലും ഇദ്ദേഹം 25 ലക്ഷം നേടിയിരിക്കുകയാണ്. ഇനി വെറും 2 ചോദ്യങ്ങൾ മാത്രം.
എന്തായാലും അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, 50 ലക്ഷത്തിന്റെ ചോദ്യം. വളരെ ശ്രദ്ധിച്ചുത്തരം പറയേണ്ട ചോദ്യം. ചോദ്യം ഇതാ. എവിടെ? 60 സെക്കൻഡ്. എത്ര മിനിറ്റ് ആണ്? ഓപ്ഷൻ എ 2 മിനിറ്റ്, ഓപ്ഷൻ ബി 3 മിനിറ്റ്, ഓപ്ഷൻ സി 1.5 മിനിറ്റ്, ഓപ്ഷൻ ഡി 1 മിനിറ്റ്. കേട്ടാ മേനെ, 1 മിനിറ്റ്. 1 മിനിറ്റ് ഉത്തരം ശരിയാണ്. താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു 50 ലക്ഷം. അല്ല, ഞാൻ ഉത്തരം പറഞ്ഞ പിന്നെ 1 മിനിറ്റ് എന്ന് പറഞ്ഞ 50 ലക്ഷം കൊണ്ടുപോയില്ല. എന്താ ഇത് ദേവപാടി? നിങ്ങൾ കേക്ക്, ഞാൻ തല വെച്ചിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് എന്താ 1 മിനിറ്റ് നിക്കടപ്പാ പറയുമ്പോഴേക്കും അത് ഉത്തരവായി. എന്താ പറയാ, ചാനലുകാർക്ക് പ്യാത്താണെന്നുള്ളൂ. അറിയാതെ പറഞ്ഞ എന്തായാലും താങ്കൾ നേടിയിരിക്കുകയാണ് 50 ലക്ഷം. ഇനി വെറും ഒരു ചോദ്യം കഴിഞ്ഞാൽ താങ്കൾ കോടീശ്വരനായി. ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാന ചോദ്യം. നീ എന്താ മരിക്കാൻ പോവാണ്? അതല്ല, ഈ പ്രോഗ്രാമിന്റെ അവസാന ചോദ്യം. അങ്ങനെ പറ, നീ മരിക്കാൻ കാശ് തരാണ്ട് പോകും ചക്ക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് തരും? ഈ ചോദ്യത്തിന് താങ്കൾ ഉത്തരം ശരിക്ക് പറഞ്ഞില്ലെങ്കിൽ ഇതുവരെ ലഭിച്ച സമ്മാനം നഷ്ടമാവുന്നു. താങ്കൾ ഈ പരിപാടിയിൽ നിന്നും ഔട്ടാവുന്നു. ഞാൻ ഔട്ടായി നിന്നെ കൊന്നിട്ടേ പോകും. എന്തായാലും എട്ടാമത്തെ ചോദ്യം ഇതാ. എവിടെ? നീ പോ മോനെ ഡാഷ്. ഓപ്ഷൻ എ രമേശ, ഓപ്ഷൻ ബി സതീഷ്, ഓപ്ഷൻ സി സുരേഷ, ഓപ്ഷൻ ഡി ദിനേശ്. വേഗം പറയണം, മണിക്കുട്ടി ഓടിത്തുടങ്ങി. മുരുകേട്ടായി മണിക്കുട്ടിനെ പിടിച്ചു നിർത്തിന്ന് വെറുതെ ആയി പെണ്ണ് ഓടണു. നിർത്തിയാ പറയൂ. ഞാൻ പറയാ നിക്ക്. രമേശ സമയം കൊണ്ടാ. ഓക്കെ പറഞ്ഞു. ബേജാറാ, കയ്യിലെ ബെസർത്തിട്ട് നോക്ക്. ശ്രദ്ധിച്ച് ഉത്തരം പറയും. പറയാട്ടാ. ഓക്കെ. ബേജാറാക്കണ്ട. എടി ചാടിയാ ചല്ലി മോറ് പൊളിക്കും കേട്ടാ. കൈ ഇതാക്കണ്ട, വേണ്ട. വെറുതെ നമ്മളെ ഭ്രാന്താക്കണ്ട. പറയും. നിക്കടപ്പാ, സമയം തരാ. ഇതെന്തത് വേണ്ടെന്നാണ് നീ. ഓപ്ഷൻ എ രമേശ്. രമേശ് ബ്ലോക്ക് ചെയ്യാം. എന്ത് എനിക്ക് തോന്നിയ മാഞ്ഞ് നീ അങ്ങനെ അങ്ങനെ ബ്ലോക്ക് ആക്കട. അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ട് ജനങ്ങൾ വരാൻ പറ്റാണ്ടിരിക്കുന്നു. ഇവിടെ ബ്ലോക്ക് ആക്കണം മിണ്ടാടിക്ക്. പിന്നെ നീ പോ മോനെ. സതീശ് ഉറപ്പിക്കണം. നീ ഉറപ്പിച്ചാ തെറ്റിയ കാശ് നീ തരുവോ? പിന്നെ കൂട്ടം കൂടണ്ട കേട്ടാ. ഞങ്ങൾ പറഞ്ഞിട്ട് നീ വെറുതെ മൈക്കിൽ പറഞ്ഞാൽ മതി കേട്ടാ. മീസ അതിന്റെ താടിയും മിണ്ടാടിക്ക്. പിന്നെന്താണ്? സുരേഷ്. എന്താണ് ഈ ചക്ക? അവിടെ എന്താണ് വേറെ കടിക്കില്ല എന്തെങ്കിലും? നീ വെറുതെ ഭ്രാന്താക്കണ്ട ചക്ക. ഞാൻ പറയട്ടോ, 10 ബേജാറാക്കട്ടെ. ഇവിടെ കാശ് കൊടുക്കണ ആൾക്കാർക്ക് അറിയോ? ഇത് കിട്ടിയിട്ട് വേണം കൊടുക്കാൻ. ഇത് ഈ പ്രോഗ്രാമിന്റെ അവസാന ചോദ്യം. വളരെ ശ്രദ്ധിച്ച് മാത്രം ഇതിന് കൃത്യമായ ഉത്തരം പറഞ്ഞ് മിണ്ടാടിക്ക്. ഞാൻ പറയാ, നീ പോ മോനെ. അങ്ങോട്ടും വേണ്ട. ദിനേശ പുലിയെ കാശ് പോയി തോന്നുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു. എന്ത് പറഞ്ഞു? വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയുക. നീ എത്രയും ആളുകളോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഈ ചക്ക ബേജാറാക്കി ഇടയ്ക്ക് കുത്തി കയറുക. താങ്കൾ കാശ് കൊടുക്കാനുള്ള ആളുകളാണ് ഇവിടെ. ഈ കാരണമാണോ കാശ് നീ കൊടുത്തോ? തന്നെ ഉണ്ടാവാൻ പോളിപ്പോ. എന്തായാലും ഗുരുജിയോട് ചോദിക്കാം. അയാൾ തരുവോ? നീ തരുവോ? ഇവര് തരുവോ? വെറുതെ അയാൾ. ഞാൻ അപ്പോഴേ പറഞ്ഞു. വളരെ ശ്രദ്ധിച്ചുത്തരം പറയാം. ഞാൻ പറഞ്ഞ നീ ഇടയിൽ കൂടെ ഇങ്ങനെ നിർത്ത്, ബ്ലോക്ക് ആക്കുക പറഞ്ഞ എനിക്ക് കൈ പറക്കിയാലട കൂട്ടി. ഇതൊക്കെ ഒരു കോടി വരികയോ എത്ര 100 എത്ര ഇതൊന്നും എനിക്ക് അറിയില്ല. ഇത് പൂജ എത്ര ഉണ്ടെന്ന് അറിയില്ല. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഞാൻ ദിനേശ പറഞ്ഞിട്ടുണ്ട്. ശരി പോ മോനെ ദിനേശ, ഗുരുജി ബ്ലോക്ക് ചെയ്യാം. ഞാൻ അയാളെ കൊണ്ട് കേൾക്കണ്ട. അയാൾ എന്തേലും പറയും. ഗുരുജി പറയുന്നു. എന്താ പറയുന്നത്? താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അങ്ങനെ വളരെ സാധാരണക്കാരനായ പാവപ്പെട്ട പാലക്കാട്ടുകാരനായ തെങ്ങുകയറ്റക്കാരനായ ഒരു വ്യക്തി നിങ്ങൾക്ക് മകം ജാഡേശ്വരിലൂടെ കോടീശ്വരനായിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു കൈയടി കൊടുക്കാം ഇദ്ദേഹത്തിന്. ഇത്ര നേരം ധീരമായി പൊരുതി നേടിയൊരു വ്യക്തിയാണ്. എന്താ വെറുതെ തെങ്ങുകാരി വട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചാനലിന്റെ പരിപാടി വന്ന് 1 കോടി കിട്ടിയില്ലപ്പോ. എന്തായാലും താങ്കൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പെൻഷൻ ഒന്നും തരില്ലട. കർഷക തൊഴിലാളി അതല്ല, താങ്കൾക്ക് പേടിയുണ്ടായിരുന്നോ? പേടിക്കേണ്ട ആവശ്യമില്ല. വന്ന ഉടനെ നാം മുരുകേട്ട വീട്ടിൽ പേര് ഊതിക്കെട്ടിയതാണ് ഇവിടെ. പിന്നെ അങ്ങനെ പേടിക്കണേ. ഓക്കെ, എന്തായാലും താങ്കൾക്കുള്ള സമ്മാനം തരാം. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്കൾക്കുള്ള സമ്മാനം എന്താ? 1 കോടിയാണ്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. താങ്കൾക്കുള്ള സമ്മാനം വേഗം തുറന്ന് കാണിച്ചു കൊടുക്കൂ. താങ്കൾക്കുള്ള 1 കോടി ഇതാ പോയി വന്നു.